ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മേത്തർ ബസാറിൽ പോയതാണ് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട്. അവിടെ ഒരു കൊച്ച് ഷോപ്പിങ്ങിന് വന്നിട്ടുണ്ട്. അവളിങ്ങനെ ഒരു നക്ഷത്രത്തിന് വില ചോദിക്കുന്നു 450 രൂപ. ഒരു കുഞ്ഞ് ഈശോയ്ക്ക് വില ചോദിക്കുന്നു 130 രൂപ. അടുത്തിരിക്കുന്ന അപ്പച്ചനെ നോക്കിയിട്ട് അവൾ സംശയത്തോട് ചോദിക്കുന്നുണ്ട്, അപ്പ ഈശോയ്ക്ക് എന്താ ഇത്ര വില കുറവ്? ഈശോയ്ക്ക് എന്താ ഇത്ര വില കുറവ്? ക്രിസ്തുവിന് വില കുറഞ്ഞു പോയ മനുഷ്യരുടെ ജീവിതം എത്രമാത്രം കെട്ടുപോകുമെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു പുസ്തകമുണ്ട്. ഈ ക്രിസ്തുമസ് നാളുകളിൽ തീർച്ചയായും വായിച്ചിരിക്കേണ്ട, കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് എല്ലാ ക്രിസ്തുമസിനും വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് ചാൾസ് ഡിക്കൻസിൻ്റെ ക്രിസ്മസ് കരോൾ എന്ന് പറയുന്നത്. മൂവീസ് ഉണ്ട്, അതിൻ്റെ പല വേർഷൻസ് ഉണ്ട്. ഒരു തവണ കണ്ടാൽ മതി, അല്ലെങ്കിൽ ഒരൊറ്റ തവണ വായിച്ചാൽ മതി. നമ്മുടെ ജീവിതത്തിന് ഒരു മാറ്റം വരണത് കാണാൻ പറ്റും. ക്രിസ്തു ഒരാളുടെ ജീവിതത്തിൽ നിന്ന് പുറത്താകുമ്പോൾ, അവൻ്റെ നന്മകൾക്കും സുഹൃതങ്ങൾക്കും അയാളുടെ ജീവിതത്തിൽ സ്ഥാനമില്ലാതെ പോകുമ്പോൾ ഇരുണ്ട ക്രിസ്തുമസ് അയാളുടെ ജീവിതത്തിൽ. ശരിക്കും ബ്ലാക്ക് ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞ് ആരോ ഒരാൾ കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇരുണ്ട ക്രിസ്തുമസാണ് പിന്നെ നടന്നുകൊണ്ടിരിക്കണേ. എന്നാൽ ക്രിസ്തുവിൻ്റെ മൂല്യങ്ങൾ അയാളുടെ ജീവിതത്തിലേക്ക് പ്രധാനപ്പെട്ടതായി മാറുമ്പോൾ അത് കാണിക്കുന്നുണ്ട്. അയാളുടെ പഴയ ജീവിതത്തിൽ എത്രമാത്രം സന്തോഷം ഉണ്ടായിരുന്നോ അതിൻ്റെ ഇരട്ടി സന്തോഷം അയാളുടെ ജീവിതത്തിലേക്ക് വരുന്നത് കാണാൻ പറ്റും. ക്രിസ്തുവിന് എന്താ നമ്മുടെ ജീവിതത്തിൽ ഇത്രയും വില കുറവ്? മറ്റു പലതിനും വില കൂട്ടിയിട്ട് ഏറ്റവും കുറഞ്ഞ വിലയിൽ നമ്മൾ ക്രിസ്തുവിനെ കൊണ്ട് നടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഒരു ഇരുണ്ട ക്രിസ്തുമസാണ് നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റു പലതും പ്രധാനപ്പെട്ടതായി മാറുമ്പോൾ ആ ക്രിസ്തുമസിന് തെളിച്ചമില്ലാതെ പോകുന്നു. ശരിക്കും ഒരു ഹാപ്പി ആയിട്ട് ക്രിസ്തുമസ് ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഉള്ളു നിറഞ്ഞ സന്തോഷത്തോടെ ക്രിസ്തുവിന് വില കൂട്ടിയിട്ട് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ വില കൂട്ടിയിട്ട് ഒരാൾക്കും ഇങ്ങനെ സംശയം വരാത്ത വിധത്തിൽ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തുവിന് ഇത്ര വില കുറവെന്ന് ഒരാളും ചോദിക്കാനിട വരാതെ, മൈ ഗോഡ് ഈസ് നോട്ട് ദാറ്റ് ചീപ്പ് എന്ന് മറ്റുള്ളവരോട് വിളിച്ചു പറയുന്ന വിധത്തിൽ അവന് വിലയുണ്ടാവട്ടെ. അങ്ങനെ ഒരു തെളിച്ചമുള്ള ക്രിസ്തുമസ്, ബ്രൈറ്റ് ആയിട്ടുള്ള ക്രിസ്തുമസ്, ഹാപ്പി ആയിട്ടുള്ള ക്രിസ്തുമസ് ആഘോഷിക്കാൻ പറ്റട്ടെ. മെറി ക്രിസ്മസ്.